ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കൊച്ചു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നല്ല, ഹോസ്പിറ്റലിൽ സർജറിക്ക് വന്നതാണ്. അപ്പം പിറ്റേന്നാണ് സർജറി എങ്കിലും തലേന്ന് വന്ന് അഡ്മിഷൻ എടുക്കുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ തലേന്ന് ഞങ്ങൾ ഏകദേശം രാത്രിയൊക്കെ ആയിട്ടുണ്ട് വന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ. വേറൊന്നല്ല, രാവിലെ വരാഞ്ഞത് ഞങ്ങൾ ഓൾറെഡി ടെസ്റ്റും കാര്യമൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഇനി വന്ന് അഡ്മിഷൻ എടുക്കാനേ ഉള്ളൂ. പിന്നെ ബെഡിൽ കിടക്കാനല്ലേ, പിന്നെ നാളെയല്ലേ ചെയ്യുള്ളൂ. ആ ഒരു ഇതിൽ ഞങ്ങൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് വന്നത്. ഇങ്ങനെ രാത്രി 8 മണിക്ക് അതിന് ശേഷം പിന്നെ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നാളെ സർജറി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഉറക്കേ ഇല്ല കേട്ടോ. വേറെ ഒന്നുമില്ല, നല്ലോണം നിൽക്കുന്ന ഒരാളെ പിടിച്ച് സർജറി ചെയ്യാന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്ര അങ്ങോട്ട് സുഖമുള്ള കാര്യമില്ല. പിന്നെ ആ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ പറയുന്ന പോലെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ എനിക്ക് 3 കുട്ടികൾ, വീട് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഞാൻ വില്ലിങ് ആയി. ഞാൻ ആ കമ്പി ധൈര്യം സംഭരിച്ച് ഞാൻ കമ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് ഏകദേശം ഇപ്പോൾ രാത്രി ഒരു 2 മണി 2:30 ഒക്കെ ആയപ്പോൾ ഞാൻ ഉമ്മനെയും കൂട്ടി താഴെ ക്യാൻറ്റീനിലേക്കൊന്ന് വന്നു. കാരണം നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ. 1 മന്ത് എന്തായാലും റെസ്റ്റ് വേണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്യാൻറ്റീനിൽ രാത്രി ഞാനും ഉമ്മയും കൂടി അങ്ങനെ നടന്നു കേട്ടോ. പക്ഷേ ആ വഴികളൊന്നും ആരുമില്ല. ഞാൻ വിചാരിച്ചത് ഹോസ്പിറ്റൽ തന്നെയാണോ എന്ന്. കാരണം എന്താ, ഈ ഹോസ്പിറ്റലിലായാലും 24 hours ആണല്ലോ. അപ്പം അവിടെ എപ്പോഴും തിരക്കും കാര്യങ്ങളല്ലേ. ഇത് സഹകരണ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ക്യാൻറ്റീനിലേക്ക് പോകുന്ന അവിടെ കുറച്ച് ആരുമില്ല എന്നുണ്ടെങ്കിൽ കൂടി പിന്നെ അവിടെ ലിഫ്റ്റിൻ്റെ അവിടെയൊക്കെ ആളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നടന്ന് വന്ന് അങ്ങനെ ഏകദേശം 4 മണിയൊക്കെ ആയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെച്ച് സിസ്റ്റർ പോയി. ആദ്യം ഈവനിങ് സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഇല്ല രാവിലെ തന്നെ വേണം, ഒരു 8 മണിയാകുമ്പോൾ തന്നെ ചെയ്യണം. 4 മണി കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. ആ 4 മണിക്ക് തന്നെ ഒരു ബിസ്ക്കറ്റും ചായയും കുടിച്ചാൽ മതിയായിരുന്നു. അപ്പം പിന്നെന്തായാലും പിറ്റേന്ന് ഫുഡൊന്നും ഇല്ലല്ലോ. പിന്നെ രാവിലത്തേക്കുള്ള മരുന്നൊക്കെ വാങ്ങി കൊണ്ടുവന്ന് രാത്രി തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സിസ്റ്റർ വന്നപ്പോൾ സിസ്റ്റർക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു സർജറിക്കുള്ള. പിന്നെ ഇതാണ് ഹോസ്പിറ്റലിൽ സർജറിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് തരും. ഒരു ഗൗണാണത്. പിന്നെ മേലിടാനുള്ള ഒരു പുതപ്പ് മാറിയിട്ട് ഒരിത്, പിന്നെ ഒരു ക്യാപ്പും. അങ്ങനെ ഇതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റൽ തിയേറ്ററിലേക്ക് ഞാൻ പോയി. പിന്നെയെന്ന് വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് 2 ഭാഗം പിന്നിയൊക്കെ ഇടണം കേട്ടോ. അത് മസ്റ്റാണ്. ഞാൻ പണ്ട് ചെറുതിലെങ്ങാനും ചെയ്ത പോലത്തെ ഒരു ഫീല്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് സർജറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ വാർഡിലേക്ക് മാറ്റുമല്ലോ. അങ്ങനെ ഇതൊരു റൂമിൻ്റെ ഒരു പോലത്തെ ഫീല് കിട്ടിയിട്ട് അത്രയും ഫെസിലിറ്റീസൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു റൂം എന്നാണെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കാലിൽ ഒരു കെട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലഡ് ഇതുള്ള ഒരു കോയിലും ഉണ്ട്. കാലിൻ്റെ ഉള്ളിലാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് പിറ്റേന്നത്തതാണ്. സർജറി കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം, 3ാമത്തെ ദിവസം. അങ്ങനെ പിന്നെ രാവിലെ ആയപ്പോൾ എനിക്ക് നല്ല വിശപ്പ്. അങ്ങനെ ഉമ്മ ചായയൊക്കെ തന്നു. കാരണം സർജറി ഡേ ഒന്നും കഴിച്ചില്ല. കാരണം രാവിലെ തന്നെ പോയി പിന്നെ ICU എന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിൻ്റെ പെയിനും ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ആ ഡേ ഫുള്ളും കരച്ചിലും ബീച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം ഫുള്ളും പട്ടിണി കിടന്നത് ഞാൻ ഏകദേശം ഉമ്മനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണം. അങ്ങനെ ഉമ്മ രാവിലത്തെ ചായ തന്നതിൻ്റെ ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറ് തന്ന്, പിന്നെ കട്ട്ലേറ്റ് തന്ന്, അങ്ങനെ എന്തൊക്കെയോ തന്ന്. ഞാൻ കിട്ടിയതൊക്കെ കഴിച്ചു. പിന്നെ അനിയത്തി അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ജനവാതിലിൻ്റെ പുറത്തു കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ മുകളിലത്തെ നിലയിലാണല്ലോ, അപ്പോൾ താഴോട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു. വാർഡായതുകൊണ്ട് തന്നെ അപ്പുറത്തെ ബെഡിലുള്ള ആൾക്കാരൊക്കെ വന്ന് വിവരങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ഒരേ രൂപത്തിലുള്ള ആൾക്കാരാണ്, കാരണം എല്ലാവരും പൊട്ടിയിട്ടൊക്കെയാണ് ഉള്ളത്. അപ്പം ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. ഈ കാലിൻ്റെ എല്ലിൻ്റെ ഉള്ളിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് നോക്കി. അത്യാവശ്യം കനത്തിലുള്ള സ്ക്രൂസാണ് കേട്ടോ ഇതൊക്കെ. കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും ഈ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും 2 കൊല്ലം നടന്നത്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സ്ക്രൂ എടുക്കാൻ എനിക്ക് 2 മാസം ലേറ്റ് ആയിപ്പോയി. അതിനെ അനുസരിച്ച് എനിക്ക് പെയിനും കൂടുതലായിരുന്നു. പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഈ കാര്യങ്ങളിലൊന്നും പക്ക ടൈമിങ് കറക്റ്റ് ആക്കണം കേട്ടോ. ഒരു ദിവസം പോലും ലേറ്റ് ആക്കരുത്. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അങ്ങനെ അനിയത്തി ഞാൻ
സർജറി കഴിഞ്ഞ് വന്ന ആ ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ അനിയത്തി എന്നെ ഒന്ന് റിലീഫാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങൻ്റെ തോടൊക്കെ എൻ്റെ കണ്ണിലേക്ക് ആക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അത് എനിക്ക് തിന്നാനൊക്കെ തരുന്നുണ്ട് കേട്ടോ നാരങ്ങ. അങ്ങനെ ഞാൻ കുറച്ച് വേദനയൊക്കെ സഹിച്ചതല്ലേ, അങ്ങനെ ചെയ്ത പിറ്റേന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരുന്നത്. അത് തലേന്ന് വന്ന് അഡ്മിറ്റായി, പിറ്റേന്ന് സർജറി ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജും ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ കാലുള്ള ഈ ട്യൂബ് റിമൂവ് ചെയ്യണം. അങ്ങനെ ഞാൻ ഈ ഫുഡ് നാരങ്ങയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവർ വരുന്നത്. ഞാൻ അത്ര കാര്യമാക്കിയില്ല, ഇവർ വന്ന് ജസ്റ്റ് അതങ്ങൾ എടുത്ത് പോവല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിനു. അങ്ങനെ ഇവർ ആദ്യം ഇതൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഒരൊറ്റ വലി. അപ്പോൾ ഏകദേശം ഞാൻ സ്വർഗം കണ്ട്. പിന്നെ കരച്ചിലായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം പോവാനായപ്പോഴാണല്ലോ ഇതെടുത്തത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഉമ്മ ഭയങ്കര പാക്കിങ്. ഉമ്മക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിക്കിട്ടിയാൽ മതിയെന്ന്. അനിയത്തിയാണെങ്കിലും അടുത്തുള്ളവരോട് ഭയങ്കര കത്തി. ലാസ്റ്റ് ഞാൻ ഈ വേദനയൊക്കെ സഹിച്ച് കടിച്ച് പിടിച്ച് നിൽക്കുക. പിന്നെ അതൊക്കെ എത്ര ആയാലും സർജറി കഴിഞ്ഞിട്ട് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എൻ്റെ 3 മക്കളെ കാര്യമൊന്നും ഞാൻ ഈ സമയത്തൊന്നും ആലോചിച്ചില്ല കേട്ടോ. കാരണം അത്രയും വേദന സഹിക്കുന്ന സമയത്തൊന്നും നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. പിന്നെ ഹസ്ബൻഡും ഏകദേശം പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. ഇപ്പം പോവാം. അപ്പോൾ ഡിസ്ചാർജ് കിട്ടാൻ കുറച്ച് പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ എന്തൊക്കെയോ എടുത്ത് കൊടുത്തന്നു. ഞാനതൊക്കെ തിന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പായിരുന്നു. മരുന്ന് കയറ്റുന്നതിനും കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ നല്ല ഫുഡ് കഴിച്ച് ഒരു ദിവസത്തെ ഞാൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. സോ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.